മലയാള സിനിമയുടെ ചിരിയുടെയും ചിന്തയുടെയും ഒരു യുഗം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 69 വയസ്സിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം. മലയാളികൾക്ക് ഒരുപാട് സിനിമകൾ സമ്മാനിച്ച, ഒരുപാട് ചിന്തകൾ സമ്മാനിച്ച, ഒരിക്കലും മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത വിടവ് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയാകുന്നത്. നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നുണ്ട്. ബീന റാണി, എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? എങ്ങനെയായിരുന്നു മരണം? അശ്വതി, ഏറെ നാളായി പല ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോഴുള്ളത്. അതുമായി ബന്ധപ്പെട്ട സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു അദ്ദേഹത്തെ. കുറച്ചു നാളുകളായി സിനിമയിൽ അദ്ദേഹം സജീവമായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം ആശുപത്രി വാസവും മറ്റും വേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഏറെക്കുറെ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിക്കുകയും അദ്ദേഹം വസിക്കുന്നത് കണ്ടനാട്, തൃപ്പൂണിത്തറ കണ്ടനാട് എന്ന പ്രദേശത്താണ്. അവിടെ നിന്ന് അദ്ദേഹത്തെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും 69 വയസ്സിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വിട വാങ്ങേണ്ടി വന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടത്തിന്, അല്ലെങ്കിൽ വലിയ ഒരു വൈകാരികമായ ഒരു നിമിഷത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പ്രഭാതത്തിലെത്തിയ വാർത്ത മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖജനകമായ ഒരു വാർത്ത തന്നെയാണ്. എത്രയെത്ര സിനിമകൾ, എത്രയെത്ര തിരക്കഥകൾ, മലയാളിയുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന തിരക്കഥകൾ രചിച്ച ഒരാളാണ് ശ്രീനിവാസൻ. ജീവിതത്തെ അതിന്റെ യാഥാർത്ഥ്യത്തോടെ കാണുകയും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം. ജീവിത അനുഭവങ്ങൾ പല രീതിയിൽ അദ്ദേഹം സമൂഹത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മൾക്ക് എപ്പോഴും ഏത് സാഹചര്യത്തിലും ഏത് രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഓർമ്മിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ് സന്ദേശം. നമ്മുടെ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന ഒരു വളരെ ഹാസ്യാത്മകമായ ഒരു സംഭാഷണം. തീർച്ചയായും ബീന, അദ്ദേഹത്തിന്റെ കണ്ടനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസിൽ മൃതദേഹം കയറ്റിക്കഴിഞ്ഞു. അതിനുശേഷം അവിടെ വീട്ടിലായിരിക്കും ഇനി അല്പസമയം പൊതുദർശനം ഉണ്ടാവുക. 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുമെന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും നടനുമെല്ലാമായ ബെഞ്ചി പണിക്കർ അറിയിച്ചിട്ടുള്ളത്. 1 മണി തൊട്ട് 3 മണി തുടർന്നുള്ള കാര്യങ്ങൾ മക്കളായിരിക്കും വന്നതിന് ശേഷം വിനീത് ശ്രീനിവാസനും വന്നതിന് ശേഷം തീരുമാനിക്കും. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം നാട് കണ്ണൂരാണ്, കൂത്തുപറമ്പാണ്. ഈ സംസ്കാരം എവിടെ വേണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അത് ബന്ധുക്കൾ കൂടിയായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന കാര്യമാണ് രഞ്ജി പണിക്കർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി കണ്ടനാടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം ഏറെക്കാലം താമസിച്ച, അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമെന്ന് തന്നെ പറയാം. അവിടെ അദ്ദേഹത്തിന്റെ കൃഷി ഉണ്ടായിരുന്നു. ആ സ്വന്തമായ ആ പ്രദേശം അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ ഇനിയുള്ള പൊതുദർശനം നടക്കുക. അവിടെയായിരിക്കും സിനിമാ മേഖലയിലെ കുറെ ആളുകൾ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം 1 മണിയോടുകൂടി ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. 1 മണി മുതൽ 3 മണി വരെയാണ് പൊതുദർശനം. നേരത്തെ മുഖ്യമന്ത്രി ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഇവിടുത്തെ വീട്ടിലോ അല്ലെങ്കിൽ
ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ വെച്ചോ ആയിരിക്കും ശ്രീനിവാസന് അവസാനമായി അന്തിമോപചാര ചടങ്ങുകൾ സിനിമാ മേഖലയിലുള്ളവരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരും എല്ലാം തന്നെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കണ്ടനാടുള്ള വീട്ടിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്നും നീങ്ങിക്കൊണ്ട് വൈകാതെ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടനാട് വീട്ടിൽ പൊതുദർശനം ആരംഭിക്കും. 10:45 അവിടെ പൊതുദർശനം ആരംഭിക്കും. ഒരു 12:30 വരെയും പൊതുദർശന സൗകര്യം അല്ലെങ്കിൽ എല്ലാവർക്കും അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ള സൗകര്യം ആ വീട്ടിൽ തന്നെയായിരിക്കും, കണ്ടനാടൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാവുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി എറണാകുളം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. ടൗൺ ഹാളിൽ ഏതാണ്ട് 3 മണിക്കൂർ നീളുന്ന ആശുപത്രി പരിസരത്ത് ഇങ്ങനെ ജനസാഗരം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണല്ലോ ഇപ്പോൾ നമുക്ക് ജനം ടിവിയുടെ ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുന്നവരാണോ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആ ജനം? ഒരു അന്ത്യം, അതായത് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ 200ഓളം സിനിമകളിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയമുള്ള ആശയങ്ങളിലൂടെ എല്ലാം തന്നെ നിറഞ്ഞു നിന്ന ആ ഒരു അതുല്യ പ്രതിഭയെ അവസാനമായി യാത്രയാക്കുന്നതിന് വേണ്ടിയും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെയാണ് ഈ ആളുകളെല്ലാം തന്നെ അന്ന് പോയിരിക്കുന്നത്. സിനിമാ മേഖലയിലുള്ള ആളുകൾ, അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ വീട്ടിലാണ് മറ്റ് പൊതുദർശന സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തുക. തീർച്ചയായും ജിജീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിന്റെ മരണകാരണം, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നമുക്ക് ലഭ്യമായി തുടങ്ങി? എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? മരണകാരണം എന്താണ്? നമുക്കറിയാം, ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖം മൂലം അദ്ദേഹം ചികിത്സയിലായിരുന്നു. അപ്പോൾ ചികിത്സയിൽ ഇരിക്കവേ ആയിരുന്നോ മരണം, അതോ വീട്ടിൽ വെച്ചാണോ മരണം സംഭവിച്ചത്? അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് ജിജീഷ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം വെച്ചിട്ട് 45 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. 7 മണിക്ക് ശേഷം അദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം വേട്ടയാടുന്നു എന്ന് അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ പലതവണ ചികിത്സ തേടിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ രാവിലെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ശ്വാസം തടസ്സമായിരുന്നു ആദ്യം അനുഭവപ്പെട്ടത്. ആ ശ്വാസതടസ്സം വലിയ തോതിൽ വർദ്ധിച്ചു. അങ്ങനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അദ്ദേഹത്തെ ഇവിടെ കൂടുതൽ വിദഗ്ധ ചികിത്സക്ക് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു, ശാരീരിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു. തുടർന്നാണ് ശ്വാസതടസ്സം കൂടി തൃപ്പൂണിത്തുറയിൽ എത്തിയപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരികയായിരുന്നു. മറ്റേ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ എത്തിയപ്പോൾ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരടക്കം അദ്ദേഹത്തിന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി. പ്രാഥമിക ചികിത്സകളെല്ലാം തന്നെ നൽകിയിരുന്നുവെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എല്ലാവരെയും വിട്ടു പിരിയുകയും ചെയ്തു. കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങൾക്കെല്ലാം തന്നെ ഒരു നികത്താനാകാത്ത നഷ്ടം, നികത്താനാകാത്ത ഒരു വിടവ് നൽകിക്കൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭ അരങ്ങൊഴിഞ്ഞു പോകുന്നത്. കാരണം ഒരു നടൻ എന്ന നിലയിൽ മാത്രമായിരുന്നില്ല ശ്രീനിവാസൻ പൊതുസമൂഹത്തിൽ നിലനിന്നിരുന്നത്. മറിച്ച് ഏത് പൊതുജന താല്പര്യമുള്ള ഏത് വിഷയത്തിലും, ജനകീയമായ ഏത് വിഷയത്തിലും അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങൾ വ്യക്തതയോടെ, ദൃഢതയോടെ അദ്ദേഹം അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പറയുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദൃഢതയോടെ അഭിപ്രായങ്ങൾ പറയുകയും ശക്തമായി തന്നെ അത് അവതരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ള ആളാണ് എന്നത് തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ശ്രീനിവാസൻ എന്ന മഹാപ്രതിഭ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക
മേഖലകളിൽ നിറഞ്ഞു നിന്ന ആ ഒരു നിറ സാന്നിധ്യം എന്ന് പറയുന്നത് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല, കാരണം അവിടെ കൃഷി ഉണ്ടായിരുന്നു. കണ്ടനാട് മേഖലയിൽ അദ്ദേഹം കൃഷി ചെയ്തിരുന്ന കൃഷിയോടുള്ള താല്പര്യം തന്നെയായിരുന്നു അദ്ദേഹത്തെ അതിനെല്ലാം തന്നെ നയിച്ചത്. ഇപ്പോൾ താമസിക്കുന്ന കണ്ടനാട് വീട് എന്ന് പറയുന്നതും ഒരു സ്വച്ഛമായ സ്ഥലം. അദ്ദേഹം തന്നെ താല്പര്യപൂർവ്വം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കാനാണ് എന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ മോശമായ സമയത്ത് പോലും അദ്ദേഹം അവിടെ ഈ സിനിമാ രംഗത്തും അഭിനയ രംഗത്തും എല്ലാം തന്നെ സജീവമാകാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അദ്ദേഹത്തിന് നിരവധി സിനിമകൾ ആ ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിഥി താരമായും ചില പ്രധാനപ്പെട്ട വേഷത്തിലും എല്ലാം എത്തിയ സിനിമകൾ ഉണ്ടായിരുന്നു. തിരക്കഥകളുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ എത്തുമായിരുന്നു. അങ്ങനെയെല്ലാം തന്നെ അങ്ങനെ അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്ന് ഒരിക്കലും അകന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. പലതവണ ആരോഗ്യം പ്രശ്നം മൂർച്ഛിക്കുന്നു, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു, ആരോഗ്യസ്ഥിതി അതീവ മോശമായി മാറുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തിരിച്ച് ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തിത്വം തന്നെയാണ് നടൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരികെ കണ്ടനാടുള്ള വസതിയിലേക്ക് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. തീർച്ചയായും ജിജീഷ്, നമുക്ക് നഷ്ടമായത് ഒരു മലയാളത്തിന് പകരക്കാരനില്ലാത്തൊരു സിനിമാക്കാരനെയാണ്. മലയാള സിനിമാ ലോകം